കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലിയുടെ ആഘോഷമായി കേരള സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും കലാനിധി കലാ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മാധ്യമ അവാർഡുകളും നൽകി വരുന്ന ഒരു വർഷമാണ് 2025-26 വർഷം. കലാനിധി ശ്രീ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിൽ വന്ദേ ശ്രീകൃഷ്ണാമൃതം പ്രോഗ്രാം പുരസ്കാര സമർപ്പണവും മീഡിയ അവാർഡും ഏപ്രിൽ 12 നടത്തുന്ന പത്രസമ്മേളനമാണ് ഇന്നീ വേദിയിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. എന്നോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ സി രാവുണ്ണി, കവി, സാഹിത്യകാരൻ. എൻ്റെ പേര് ഗീത രാജേന്ദ്രൻ, കലാനിധി ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ട്രസ്റ്റിയാണ്. പ്രദീപ് തൃപ്പരപ്പ്, കവി, നോവലിസ്റ്റ്, കലാനിധി ജനറൽ കൺവീനർ. അതോടൊപ്പം കലാനിധി ട്രസ്റ്റ് അംഗവും ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ബാസിരി ഇന്നിലെ മാനേജറുമായ ഉണ്ണി ബാസിരിയാണ് എന്നോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഈ വർഷത്തെ വിഷു മിഴാവ് കുട്ടി വരവേറ്റുകൊണ്ടാണ് വന്ദേ ശ്രീകൃഷ്ണാമൃതം ഗുരുവായൂരപ്പന്റെ തിരുമുറ്റത്ത് അരങ്ങേറുന്നത്. കലാനിധി ട്രസ്റ്റിന്റെ 31 വർഷം പൂർത്തിയാകുന്ന 3 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഈ അവസരത്തിൽ വന്ദേ ശ്രീകൃഷ്ണാമൃതം, വിഷുക്കൈനീട്ടം, വിഷുക്കണി, വിഷുസദ്യ, ശ്രീകൃഷ്ണാമൃത പുരസ്കാരം, എവർഗ്രീൻ എക്സലൻസ് പുരസ്കാരം, സിൽവർ ജൂബിലി പുരസ്കാരം, മാധ്യമ പുരസ്കാര സമർപ്പണം, വന്ദേ വൈകുണ്ഠനാഥം മ്യൂസിക്കൽ വീഡിയോ ആൽബം, വിഷുപക്ഷികൾ പാടുന്നു കവിതാ സമാഹാരം എന്നിവയുടെ റിലീസിംഗ്, കാവ്യവേദി, സിനിമ, മിനി സ്ക്രീൻ താരങ്ങളും സംഗീത സംവിധായകരും കലാനിധി പ്രതിഭകളും ചേർന്ന് അവതരിപ്പിക്കുന്ന നാഗധ്വനി ഭജൻസ്, സുപ്രസിദ്ധ സിനിമാ താരം സരികയും സംഘവും അവതരിപ്പിക്കുന്ന നൃത്ത സമന്വയം എന്നിവ വേദിയിൽ കലാനിധി സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 12 ഞായറാഴ്ച രാവിലെ 9:30 കലാ സാംസ്കാരിക പൈതൃകം ഉണരുന്ന തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ ക്ഷേത്ര തിരുമുറ്റത്ത് മഞ്ജുള പരിസരത്തു നിന്നും ഘോഷയാത്രയായി കലാനിധി വന്ദേ ശ്രീകൃഷ്ണാമൃതത്തിന് തുടക്കം കുറിക്കും. വേദി ഉണർത്തും മിഴാവിൽ അരങ്ങുണർത്തിക്കൊണ്ട് കലാമണ്ഡലം അഭിജേഷ്, കലാമണ്ഡലം ജിഷ്ണു സംഘവും മിഴാവിൽ അരങ്ങുണർത്തിക്കൊണ്ടാണ് വേദി ഉണർത്തുന്നത്. ശ്രീമതി ഇന്ദുലേഖ വയലാർ, കവയിത്രി, എഴുത്തുകാരി ശ്രീ വയലാർ രാമവർമ്മയുടെ മകളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. ശ്രീകൃഷ്ണാമൃത പുരസ്കാരം ശ്രീ ഗോപിനാഥ്, ഗുരുവായൂർ ദേവസ്വം ചെയർമാനാണ് നൽകുന്നത്. അക്ഷരക്കരിമ പഠനോപകരണവും ഈ വേദിയിൽ കലാനിധി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. വന്ദേ വൈകുണ്ഠനാഥം മ്യൂസിക്കൽ വീഡിയോ ആൽബം വേദിയിൽ കലാനിധി റിലീസ് ചെയ്യുന്നു. വിശിഷ്ട വ്യക്തികളെ ശ്രീകൃഷ്ണാമൃത പുരസ്കാരം നൽകി ആദരിക്കുന്ന ചടങ്ങാണ്. ശ്രീ മോഹൻ സിതാര, പ്രശസ്ത സംഗീത സംവിധായകൻ, കലാനിധി ട്രസ്റ്റ് രക്ഷാധികാരിയുമായ മോഹൻ സിതാരയ്ക്കാണ് ശ്രീകൃഷ്ണാമൃത പുരസ്കാരം നൽകി ആദരിക്കുന്നത്. പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി, പ്രശസ്ത മോഹിനിയാട്ട നർത്തകി വന്ദേ ശ്രീകൃഷ്ണാമൃത പുരസ്കാരം നൽകി ആദരിക്കും. ശ്രീ PR നാഥൻ, തിരക്കഥാകൃത്ത്, നോവലിസ്റ്റ്, കലാനിധി അവാർഡ് കമ്മിറ്റി അംഗം ആണ് പുരസ്കാരം നൽകി ആദരിക്കുന്നത്. ശ്രീകൃഷ്ണാമൃത സുവർണമുദ്ര പുരസ്കാരം ഉണ്ണി ബാസ്രി, ഗുരുവായൂർ, കവി, കഥാകൃത്ത്, നോവലിസ്റ്റ്, ലേഖകൻ, സാഹിത്യ പ്രതിഭ. ശ്രീകൃഷ്ണാമൃത അക്ഷരജ്യോതി സുവർണമുദ്ര പുരസ്കാരം ശ്രീമതി സുജാത ശ്രീപദം, സാഹിത്യകാരി, കവയിത്രി, ചെറുകഥാകൃത്ത്. അതോടൊപ്പം കലാനിധി ബാലകലാ പ്രതിഭകളെ പട്ടം നൽകി ആദരിക്കുന്ന ചടങ്ങും ഉണ്ടായിരിക്കും. അർജുൻ സാരഥി, വഞ്ചിപ്പാട്ട്, കേരളത്തിലെ
ഏറ്റവും പ്രായം കുറഞ്ഞ വഞ്ചിപ്പാട്ട് കലാകാരനായ അർജുൻ സാരഥി നിരഞ്ജൻ അനന്ത പത്മനാഭൻ എന്നിവരെ കലാനിധി പട്ടം നൽകി ആദരിക്കുന്നു. എവർഗ്രീൻ എക്സലൻസ് പുരസ്കാര ജേതാക്കൾ ഡോക്ടർ മധുസൂദനൻ KB, S കലാറാണി, ഗീത ദിവാകരൻ, ഉഷ K മെഴുവേലി, കാവേരി ശ്രീനി, പരശുറാം നിലമ്പൂർ, രേവതി സുരേഷ്, സുമ രവി നിള, സനീഷ് ആച്ചർ, ജീവാമൃതം ഡോക്ടർ സിന്ധു BK എന്നിവർക്കാണ് കലാനിധി എക്സലൻസ് പുരസ്കാരം നൽകി ആദരിക്കുന്നത്. സ്പെഷ്യൽ ജൂറി പുരസ്കാരം അമ്പിളി ബാലചന്ദ്രൻ, അഭിലാഷ് ബാലകൃഷ്ണൻ, മായ വാസുദേവ്, കാഞ്ചന, രാജീവ് പെരിങ്ങോട്ടുകര, ശ്രദ്ധ പാർവതി, സരോജ മോഹൻ, P അനിൽ, മിൻഹാസ്, പ്രേമ ശ്രീകുമാർ, ദിവാകരൻ കടിഞ്ഞിമൂല എന്നിവർക്കാണ് കലാനിധി ക്യാഷ് അവാർഡ്. കലാനിധി ജീവകാരുണ്യ സംഘടനയാണ്. പ്രസിദ്ധി പത്രവും ഫലകവും പൊന്നാണ്. ജൂറി കമ്മിറ്റി അംഗങ്ങൾ PK ഗോപി, കവി ഗാനയുടെ ജേതാവാണ് ചെയർമാൻ. മെമ്പർ PR നാഥൻ, P അനിൽ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ്. മീഡിയ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നതിനായി ഡോക്ടർ ജൗണി മാഷിനെ ക്ഷണിക്കുന്നു. മാധ്യമ സുഹൃത്തുക്കളാണ് കലാനിധി 3 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഈ അവസരത്തിൽ ഞാൻ കോഴിക്കോട് ദൂരദർശനിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവായി വർക്ക് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തായിരുന്നു. മീഡിയയാണ് കലാനിധിയുടെ 3 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഈ അവസരത്തിൽ ഞങ്ങൾക്ക് എല്ലാ പ്രചോദനവും നൽകി ഞങ്ങളോടൊപ്പം പിന്തുണ നൽകുന്നത്. മാധ്യമ സുഹൃത്തുക്കളുടെ അവാർഡ് പ്രഖ്യാപിക്കുന്നതിനായി ജൗണി മാഷിനെ ക്ഷണിക്കുന്നു. വളരെ നീണ്ടൊരു ലിസ്റ്റ് ഉണ്ട്. കലാസാംസ്കാരിക മണ്ഡലത്തിലും എല്ലാം ഉള്ള വളരെ പ്രധാനപ്പെട്ട പ്രതിഭകൾക്കെല്ലാം പുരസ്കാരം നൽകുന്നുണ്ട്. മാധ്യമ പുരസ്കാരം ഇവിടെ പ്രഖ്യാപിക്കാന്ന് പറഞ്ഞത് രഞ്ജിത്ത് ബാലൻ നമ്മുടെ പ്രസ് ക്ലബിന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം പുരസ്കാര ജേതാവാണ്. PK സരീഷ്, ഡെപ്യൂട്ടി ന്യൂസ് റൈറ്റർ, ന്യൂസ് മലയാളം. K വിജയൻ മേനോൻ, ജന്മഭൂമി. ലീജത്ത് തരകൻ, മാധ്യമം. ABMC അലക്സ്. അഡ്വക്കേറ്റ് സേവി ചന്ദ്രത്ത്, പണിക്കശ്ശേരി രഞ്ജിത്ത്, TG മുനീഷ്, PK രാജേഷ് ബാബു, TB ജയപ്രകാശ്, ദേവിക ആനന്ദൻ, ശിവനാരായണൻ, MK സജീവ് കുമാർ, ഉണ്ണി തൂവൂർ. ജനപ്രിയ ചാനലിലുള്ള പുരസ്കാരം കൊടുക്കുന്നത് ന്യൂസ് മലയാളം. ബാക്കി വിശദാംശങ്ങൾ ഇതിനൊപ്പം തരുന്ന ഇമെയിലിൽ എല്ലാവരും ഫോട്ടോയൊക്കെയുള്ള പൂർണ്ണ വിവരങ്ങൾ തരുന്നുണ്ട്. ഏത് മീഡിയയ്ക്ക് നമ്മൾ പ്രഖ്യാപിക്കണോ? മാധ്യമ മഹിമ പുരസ്കാരം മാതൃഭൂമി ദിനപത്രം, ബാബു MV, മാതൃഭൂമി പ്രസ് ക്ലബ് സെക്രട്ടറി തൃശൂർ. രഞ്ജിത്ത് ബാലൻ, മംഗളം സെക്രട്ടറി, തൃശൂർ പ്രസ് ക്ലബ്. ശ്രീ രജിത്, മാധ്യമ പത്രം, ഗുരുവായൂർ പ്രസ് ഫോറം. ശ്രീ ജയകുമാർ, രാഷ്ട്രദീപിക, ഗുരുവായൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ്. പ്രാദേശിക വാർത്താ ചാനൽ ACB ന്യൂസ്. മികച്ച ഇൻഫർടൈൻമെന്റ് ചാനൽ കൗമുദി TV ഡിജിറ്റൽ. ജനപ്രിയ വാർത്താ ചാനൽ റിപ്പോർട്ടർ TV. മാധ്യമ മഹിമ പുരസ്കാരം തൃശൂർ പ്രസ് ക്ലബിനാണ്. അതുപോലെ മാധ്യമ മഹിമ പുരസ്കാരം ഗുരുവായൂർ പ്രസ് ക്ലബിനും ഗുരുവായൂർ പ്രസ് ഫോറം പ്രസ് ക്ലബിനും മാധ്യമ മഹിമ പുരസ്കാരം നൽകി അനുമോദിക്കുന്നുണ്ട്. വിഷുപക്ഷികൾ പാടുന്നു എന്ന കവിതാ സമാഹാരം ആ വേദിയിൽ കലാനിധി മെമ്പേഴ്സ് എഴുതിയ 100-ൽ പരം എഴുത്തുകാർ, കവികളും കവിയത്രികളും എഴുതിയ വിഷുപക്ഷികൾ പാടുന്നു എന്ന പുസ്തകം ആ വേദിയിൽ റിലീസ് ചെയ്യുന്നുണ്ട്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളും കലാനിധിയുടെ ഏകീയ പരിപാടിയിൽ പങ്കെടുത്ത് വേണ്ട വാർത്താ പ്രാധാന്യം നൽകി
വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് 2 വാക്ക് സംസാരിക്കുന്നതിനായി ഉണ്ണി ബാസിരിയെ ക്ഷണിക്കുന്നു. പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വന്ധ്യ നമസ്കാരം. 30 വർഷത്തിലധികമായി കലാനിധിയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ അങ്ങോളമല്ല ലോകത്തിലെമ്പാടും അറിയപ്പെടുന്ന പ്രവർത്തന രീതികളാണ് കലാനിധി ഇതുവരെ കാഴ്ചവെച്ചത്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരിപാടിയാണ് 2026 ഏപ്രിൽ 12 ഗുരുവായൂർ ബാസ്രി ഇന്ത്യയിൽ വെച്ച് നടത്താൻ പോകുന്നത്. കലാരംഗത്ത് മാത്രമല്ല, കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ കാലമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കലാനിധി സാധുക്കളുടെയും നിരാലംബരുടെയും ഹൃദയസ്പന്ദനം കൂടി ആകുന്നു. നിർധനരായവർക്ക് അന്നദാനം നൽകുക, ഭക്ഷണ കിറ്റ്, വസ്ത്രം എന്നിവ വിതരണം ചെയ്യുക, സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, നേത്ര ചികിത്സാ ക്യാമ്പ്, രക്തദാനം എന്നിവ സംഘടിപ്പിക്കുക, പോളിയോ ബാധിച്ചവർക്ക് ടച്ചേഴ്സ്, വീൽചെയർ എന്നിവ നൽകുക, നിർധനരായ കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങൾ, യൂണിഫോം എന്നിവ നൽകുക, തൊഴിൽ രഹിതരായവർക്ക് കലാമേഖലകളിൽ അവസരങ്ങൾ നൽകുക, അർഹരായിരുന്നിട്ടും അവസരം ലഭിക്കാത്ത പോകുന്ന ഉത്തമ കലാകാരന്മാർക്ക് തൊഴിൽ അവസരങ്ങളും പ്രോത്സാഹനങ്ങളും വേദികളും നൽകുക എന്നിവയാണ് മുഖ്യ ലക്ഷ്യം. ആറ്റുകാൽ പൊങ്കാല സമയത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും 100ഓളം പേർക്ക് പുതുവസ്ത്ര പൊങ്കാല കിറ്റ് വിതരണം ക്ഷേത്രസന്നിധിയിൽ നടത്തി വരുന്നു. കേരളത്തിലെ ശ്രേഷ്ഠമായ കലകൾക്കും പാരമ്പര്യാനുഷ്ഠാന ക്ഷേത്ര കലകൾക്ക് പ്രാധാന്യം നൽകി നടന്ന കലാനിധി നൃത്ത സംഗീത സഭ കലാനിധിയുടെ മാത്രം പ്രത്യേകതയാണ്. ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ തനതായ കലകളെ അവയുടെ എല്ലാ വിശുദ്ധിയോടും തനിമയോടും കൂടി നിലനിർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സമാരംഭിച്ച പ്രസ്ഥാനമാണ് കലാനിധി. നാടൻ കലകളെയും പ്രാചീന കേരള കലയെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കലാനിധി നൃത്ത സംഗീത സഭ എന്ന നാമധേയത്തിൽ മാസം തോറും കലാപരിപാടികൾ അവതരിപ്പിച്ചു വരുന്നു. കേരളീയ കലകളുടെ നവോത്ഥാനത്തിലൂടെ നമ്മുടെ സംസ്കാരത്തിന്റെ ദീപശിഖ ഉയർത്തി കാണിക്കുന്നതിനും അതിന്റെ പ്രകാശം ദേശാതിർത്തികൾക്ക് അപ്പുറത്തെത്തിക്കുന്നതിനുമുള്ള നിയോഗം ഈ കലാകേന്ദ്രം ഏറ്റെടുക്കുകയാണ്. പാരമ്പര്യ അനുഷ്ഠാന ക്ഷേത്ര കലകൾക്ക് പ്രാധാന്യം നൽകി കലാനിധി നൃത്ത സംഗീത സഭ നടത്തി വരുന്നു. ലാഭേച്ഛ കൂടാതെയുള്ള സേവനമാണ് കലാനിധിയുടെ മുഖ്യ ലക്ഷ്യം. മെമ്പർഷിപ്പ്, സംഭാവന, സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ കലാനിധി പ്രവർത്തന മൂലധനം സ്വീകരിക്കുന്നു. അതിനാൽ കലാനിധിയുടെ നെടുന്തൂണായ ശ്രീ കലാനിധി ഗീത ടീച്ചറാണ് ഇതിന് ഞങ്ങൾക്കൊക്കെ നെടുന്തൂണായി വർത്തിക്കുന്നത്. ഏകദേശം 30 വർഷത്തിലധികമായി ഈ സേവന രംഗത്ത് ടീച്ചർ പ്രവർത്തിക്കുകയാണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും അകമഴിഞ്ഞ പ്രോത്സാഹനം നമ്മുടെ ഈ പരിപാടിക്ക് ഏപ്രിൽ 12 ഗുരുവായൂർ ബാസ്രിയിൽ വെച്ച് നടത്തുന്ന ഈ ശ്രീകൃഷ്ണാമൃതം പ്രോഗ്രാമിന് ഉണ്ടായിരിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രദീപ് തൃപ്പരപ്പ് നന്ദി രേഖപ്പെടുത്തുന്നതിനായി പ്രദീപിനെ ക്ഷണിക്കുന്നു. കലാനിധിയുടെ എല്ലാ പരിപാടികൾക്കും വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ നൽകുന്ന മാധ്യമ സുഹൃത്തുക്കൾക്ക് കലാനിധിയുടെ പേരിലും എൻ്റെ പേരിലും അകമഴിഞ്ഞ